മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അങ്ങനെ നമ്മുടെ ഊഴോ എത്തി. ഇന്നാണ് നമ്മുടെ ഫാമിലി റൗണ്ട്. എന്താ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പവർ കാണാനില്ലല്ലോ ആർക്കും. നമ്മൾ അവിടെ കയറുന്നു, പൊളിക്കുന്നു, ഉഷാറാക്കുന്നു, അത്രേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴാ കുറേ കാലത്തിന് ശേഷം യൂണിഫോം ഇടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഓ, അവളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടായി. അച്ഛനും അമ്മയും അവിടെ റൊമാൻസിൽ, ചേച്ചി അവിടെ യൂണിഫോം ഇട്ട സന്തോഷത്തിൽ. എന്നാ ഇവിടെ ഒരുത്തി ഇരിപ്പുണ്ട്. അവിടെ പാട്ട് പഠിച്ചോന്നോ വല്ല ടെൻഷൻ ഉണ്ടോന്നോ അതൊന്നും ആർക്കും അറിയണ്ട. ഹലോ, ഈ റൗണ്ടിൽ ഞാനും കൂടി ഉണ്ടേ, അത് ഓർമ്മ വേണം. ഫാമിലി റൗണ്ടാ, പൊളിക്കും. വെൽക്കം അഖില കുട്ടി ഓൺ സ്റ്റേജ്. അഖിലു തെലുങ്കിലാക്കിയോ? അഖിലു എന്റെ അതിനെ വിളിക്കണൊക്കെ ഭയങ്കര അഖില കുട്ടി. ഓ, എന്നൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? കൊക്കിക്കുറുകിയും. നല്ല പാട്ടാണ്, നല്ല പെപ്പി സോങ് ആണ്. ഇതിലല്ലേ ഒളിമ്പ്യൻ അന്തോണിയാദം. ഇതില് വേറൊരു പാട്ടുണ്ട്, ഏയ് ചുമ്മാ ചുമ്മാ കരയാ ചിരിക്കാതെ. നല്ല പാട്ടാണ് സാറിന്റെ. ഞാനാ പാടിയത്. പിന്നെ ഔസേപ്പച്ചൻ സാറ്, ഗിരീഷ് പുത്തഞ്ചേരി സാറ്. ഇയർ 1999. 99. യെസ്, ലോങ് ഇയേഴ്സ്. ഓൾ ദി ബെസ്റ്റ്. ഫാമിലി റൗണ്ട് ആണല്ലേ? അവര് പെർഫോം ചെയ്യുന്നുള്ള വിശ്വാസം ഉണ്ടോ? നന്നായി ചെയ്യുന്ന ഒരു. ഓക്കെ ഓക്കെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മകളെ. അപ്പൊ വിളിക്കൂ, എല്ലാരും വിളിക്കൂ. ഓൾ ദി ബെസ്റ്റ്. കൊക്കിക്കുറുകിയും കുകുകുക്കുകിയും വേൽക്കായും വെട്ടുക്കിളി കൊക്കിക്കുറുകിയും കുകുകുക്കുകിയും വേൽക്കായും വെട്ടുക്കിളി കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകൂട്ടി പായാനിന്റെ കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ കുരുവിക്കുരുന്നുകൾ നിന്നെയൊരാളെയും പേടിച്ചു നിൽപ്പാണ്. കൊക്കിക്കുറുകിയും കുകുകുക്കുകിയും വേൽക്കായും വെട്ടുക്കിളി കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകൂട്ടി പായാനിന്റെ മനസ്സു നിറയെ വിരിയുമരിയ കനവുകളുടെ പാട്ടിൽ. മഴ പൊഴിയണ മലനിരയുടെ നിറുകയിലൊരു കൂട്ടിൽ. മനസ്സു നിറയെ വിരിയുമരിയ കനവുകളുടെ പാട്ടിൽ. മിന്നാര കുഞ്ഞുങ്ങൾ കൂത്താടും നേരം മറ്റാരും കാണാതെ മിന്നലായി വന്നു. മിന്നാര കുഞ്ഞുങ്ങൾ കൂത്താടും നേരം മറ്റാരും കാണാതെ മിന്നലായി വന്നു. വെള്ളക്കിനാക്കൾ കുടഞ്ഞെറിഞ്ഞാൽ മിന്നാമീനുങ്ങകൾ മെല്ലെ വീതും വില്ല്. കൊക്കിക്കുറുകിയും കുകുകുക്കുകിയും വേൽക്കായും വെട്ടുക്കിളി കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാ
നാടോരം വെരി ഗുഡ്, വെരി ഗുഡ്. അഖില അസലായിട്ട് പാടി കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. കാരണം ഒന്നാമത്തെ കാര്യം ഇതിന്റെ പല നോട്ട്സ് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. പിന്നെ അക്ഷരം ഇങ്ങനെ അത് പൊക്കിക്കുറി എന്നുള്ള കൊത്തിപ്പെറുക്കി എന്ന് പറയണം. അതായത് പെറുക്കി പെറുക്കി പാടിയാലേ ഇതിനൊരു ഒരു സുഖം കിട്ടത്തുള്ളൂ. ശരിക്കും ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് റിഹേഴ്സൽ നടക്കായിരുന്നു, ഞാൻ കണ്ടില്ല. അപ്പം ഇവിടെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആര് പാടുന്നത്, ഏതോ ഒരു ആരെങ്കിലും ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും പിന്നണി ഗായികമാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ വന്ന് നോക്കിയപ്പോഴാണ് ഇരുട്ടത്ത് അഖില എന്ന് ഇങ്ങനെ കയറുക. ആസലായിട്ട് പാടി കേട്ടാ, വരൂ. എവിടോ ഒരു ശകലം എക്സ്റ്റൻഷൻ, അതായത് അത്ര ഇല്ലല്ല, അത് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ശകലം ശ്രുതിയുടെ എന്തോ ഒരു പോർഷൻ, ബട്ട് യു സാങ് ഇറ്റ് വെരി വെൽ. കാരണം എല്ലാ പോർഷൻസും നല്ല ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെക്കാട്ടിലൊക്കെ ഇതിനകത്ത് ഈ ഫാമിലി റൗണ്ടിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഒരാൾ ചിരിക്കാൻ തുടങ്ങി അവർക്ക് തന്നെ അറിയാം എന്താ അഭിനയം. എന്റെ ഞെട്ടിപ്പോയി നമ്മള്, ഉരുണ്ട് വീണ് അഭിനയിച്ചിരിക്കുകയാണ്. ഇത് ഞെട്ടിച്ചു കളഞ്ഞു. അല്ല ആ ചെയറിൽ നിന്ന് ശരിക്കും വീണതാണോ? അത് എങ്ങനെയാ ചെയർ 4 കഷ്ണമായി പോയി? അല്ല, അത് അങ്ങനത്തെ ചെയറാണ്. അപ്പൊ ആദ്യം ഇരുന്ന ചെയറോ? അല്ല, അത് നല്ല ചെയറാണ്. ഇപ്പൊ നിങ്ങളെ മൊത്തം കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരു ഫാമിലിയിൽ നിന്ന് വന്നോല്ല. എല്ലാരും ഈ പാവാടയൊക്കെ നോക്കിയ മീനൂട്ടി ഉൾപ്പെടെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. എന്താ പേരെന്താ? എന്റെ പേര് സൗമ്യ. സൗമ്യ ടീച്ചറാണ്. അതെ, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എന്താ പഠിപ്പിക്കുന്നത്? KG ക്ലാസ്സിലാണ്. അപ്പൊ ഇതൊക്കെ ഓക്കെയാണ്, ഇപ്പൊ കാണിച്ചൊക്കെ ഓക്കെ. അവര് ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിക്കണം അല്ലേ? അദ്ദേഹം? എന്റെ പേര് സതീഷ്. ഞാൻ ഇലക്ട്രോണിക് സർവീസ് സെന്റർ വെച്ചിരിക്കുകയാണ്. എവിടെ? ശ്രീകൃഷ്ണപുരത്ത്, പാലക്കാട്. ഓ, അവിടുത്തെ നക്ഷത്രത്തിളക്കമാണ് വന്നേക്കുന്നത് അല്ലേ? പിന്നെ അഖില, പിന്നെ മീനൂട്ടി, പിന്നെ തൊട്ടപ്പുറത്ത് ചേച്ചി അന്ന് വന്നിരുന്നു. ഈ വേഷമല്ല, അന്നൊരു പാട്ടൊക്കെ അസലായിട്ട് പാടി. അതെ. ഇത് എന്റെ പേര് വിസ്മയ. വിസ്മയ അഖിലയുടെ കസിൻ സിസ്റ്റർ. വിസ്മയ തുമ്പത്താരാ? തുമ്പത്താളോട് ചോദിക്കുന്നത്. എന്റെ പേര് വിദ്യ, അഖിലയുടെ മേമയാണ്. വെല്ലിമ്മ, അമ്മയുടെ അനിയത്തി. ചിറ്റ. ഈ എങ്ങനെയുണ്ട് അഖില വീട്ടില്? അഖില വീട്ടില് ഇവിടെ കാണുന്ന ആളേ അല്ല. അവിടെ 10 തലയാണ്, ഇവിടെ 1 തലയാണ്. വീടൊക്കെ മറച്ചിടും അവൾ അവിടെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ ഇത് എന്റെ കുട്ടിയല്ലല്ലോ. ആ ചേച്ചിയുടെ സംസാരത്തിൽ ഒരു തല്ല് കൂടുന്ന അല്ല കൊച്ചല്ലേ, ഉള്ള സത്യം പറഞ്ഞ ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അഖിലടുത്ത് അഖില എന്താണെന്ന് ചോദിച്ചാൽ ഈ പാട്ട് എന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കും ഇത്ര സീരിയസ് ആണോ എന്നൊക്കെ വിചാരിക്കും. അയ്യോ അല്ല, ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സാറേ ആള് പറയണ ഇവിടെ നിന്നോടാ. ചേച്ചി എത്രയിലാ പഠിക്കണേ? ഞാൻ ഡിഗ്രി ചെയ്യണം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അഖിലയുടെ അമ്മയുടെ അടുത്ത് എനിക്ക് 1-2 കാര്യം സംശയം. ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ അതെന്തായിരുന്നു? കൊച്ചുകുട്ടിയായിരുന്നോ? ശല്യപ്പെടുത്തുക ചേച്ചി എല്ലാരും കൂടെ? ടീച്ചറാണ്, ശല്യപ്പെടുത്താണ്. അതൊരു കുറച്ച് ഇതായ ഒരു ദേഷ്യപ്പെടുന്ന ടീച്ചറാണ്. അപ്പോ അവരിങ്ങനെ ശല്യപ്പെടുത്തണം. ആ ടീച്ചറുടെ കുറെ സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുട്ടി അങ്ങനെ വീഴുമ്പോ അപ്പൊ ആ ടീച്ചറിലെ ഒരു അമ്മ അങ്ങനെ പോയിട്ട് അങ്ങനെ. സൂപ്പർ അഭിനയം. ഇതുവരെ ഒരു ഫാമിലി റൗണ്ടില് ഫാമിലി റൗണ്ടില് നമ്മൾ പാട്ട് ഇങ്ങനെ മുങ്ങി പോയിട്ടില്ല. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. പേടിച്ചിട്ട് മുട്ടടിക്കാൻ. പക്ഷെ ഞങ്ങൾക്കതൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ, അസലായിട്ട് ചെയ്തു. സത്യം ഒരു കാര്യം ചോദിച്ചാ പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞ് പിന്നെ എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി നിങ്ങളുടെ പുറകിലേക്ക്. ഞാൻ പാട്ട് ഇതുവരെ ഞാൻ ഡാൻസേഴ്സിനോട് സംശയം ചോദിക്കാൻ അങ്ങനെയല്ലേ ചെയ്യണ്ട പിന്നെ എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെയ്തു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പൊ MG സാറിന്റെ പാട്ട് ആദ്യമായിട്ടാണ് മോള് പാടുന്നത്. അപ്പോ അതിൽ ഞങ്ങൾക്കും കൂടി ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റും. പലരും വന്ന് പാടിയിട്ട് 96-97 വരെയൊക്കെ പോയിട്ടുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ അതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് ആദ്യം MG സാറിന്റെ പാട്ടാണ് വളരെ ശ്രദ്ധിച്ചിട്ട് പാടണം. ആദ്യമായിട്ടാണ് അങ്ങനെ ഇങ്ങനത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്യണത്, സാറിന്റെ പാട്ട്. കുട്ടി ഉഗ്രൻ സോങ് സെലക്ഷൻ. കാരണം ഇതാരും അങ്ങനെ പാടി കേൾക്കാറില്ല.
പാടാൻ നല്ല ടഫാണ്. തുരു 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 തുരു. എന്തൊരു സൗസപ്പച്ചൻ സാറ്, നമ്മളിങ്ങനെ നല്ല രസമുള്ള ഒരു പാട്ട് കലക്കി, സൂപ്പർ. പിന്നെ എം ജി സാറിന്റെ ഒരു ഇതുണ്ട്, കാതോരം. ലാലേട്ടൻ കയറി വരില്ല. ഇതിന്റെ ഡയറക്ടർ ഭദ്രൻ സാറാണ്. അദ്ദേഹത്തിന് ഓരോ ഇഞ്ചും ഇങ്ങനെ, അത് അവിടെ ഇങ്ങനെ വേണം, അത് ഇവിടെ ഇങ്ങനെ വേണം. കാതോരം ഒന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. ഏത് പാടിക്കോ? കാതോരം. സൂപ്പർ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.